بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 4ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് അഖ്ലാഖിൻ്റെ വിഷയത്തിൽ വന്നിട്ടുള്ള ചില ഹദീസുകളും അതിൻ്റെ അർത്ഥങ്ങളുമാണ്. പാഠത്തിൽ ചിലപ്പോൾ ഹദീസ് കൊടുത്തിട്ടുണ്ടാവും, അതിൻ്റെ അർത്ഥം വ്യക്തമായി കൊടുത്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഹദീസിൻ്റെ അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, അതിൻ്റെ അറബി ഹദീസ് ശരിക്കും കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായി അഖ്ലാഖിലെ അവസാനത്തെ പാഠം, ജീവിക്കുന്ന മൃതദേഹങ്ങൾ. ആ പാഠത്തിലുള്ള അവസാനത്തിൽ നിങ്ങളിൽ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ അവൻ തൻ്റെ കൈകൊണ്ട് തടയട്ടെ. അതിന് സാധിച്ചില്ലെങ്കിൽ അവൻ്റെ നാവ് കൊണ്ട്, അതിനും സാധിച്ചില്ലെങ്കിൽ അവൻ്റെ ഹൃദയം കൊണ്ട് വെറുക്കുകയെങ്കിലും വേണം. ഇത് ഈമാനിൻ്റെ ഏറ്റവും താഴ്ന്ന പടിയാണ്. അപ്പോൾ അതിൻ്റെ ഹദീസ് ഉള്ളത്, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി ഫഇല്ലം യസ്തതിഅ ഫബിലിസാനിഹി ഫഇല്ലം യസ്തതിഅ ഫബിഖൽബിഹി വദാലിക അദ്അഫുൽ ഈമാൻ. ഇതിൻ്റെ അർത്ഥമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നിങ്ങളിൽ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ അത് തൻ്റെ കൈകൊണ്ട് അവൻ തടയട്ടെ. അതിന് സാധിച്ചില്ലെങ്കിൽ അവൻ്റെ നാവ് കൊണ്ട്, അതിനും സാധിച്ചില്ലെങ്കിൽ അവൻ്റെ ഹൃദയം കൊണ്ടോ വെറുക്കുകയെങ്കിലും വേണം. ഇത് ഈമാനിൻ്റെ ഏറ്റവും താഴ്ന്ന പടിയാണ്. ഇനി നമുക്ക് അടുത്തതായി നോക്കാൻ ഉള്ളത് വിനാശകരമായ 7 കുറ്റങ്ങൾ എന്ന പാഠത്തിലെ അതിൻ്റെ അവസാനത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്തനിബു അസ്സബഅൽ മൂബിഖാത്ത്. ഖാലു യാ റസൂലല്ലാഹ് വമാ ഹുന്ന? ഖാല അശ്ശിർകു ബില്ലാഹ് വസ്സിഹ്റു വഖത്ലു النفس التي حرم الله إلا بالحق وأكل الربا وأكل مال اليتيم والتولي يوم الزحف وقذف المحصنات الغافلات المؤمنات. ഒന്നായിട്ട് പറയുകയാണ്. ഓരോ വാക്യത്തിൻ്റെ അർത്ഥം പറയുന്നതിനേക്കാളും ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ ഒന്നായിട്ട് പറയുന്നതാണ് നല്ലത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അങ്ങനെ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വിനാശകരമായ 7 വൻപാപങ്ങളെ വെടിയുക, ഒഴിവാക്കുക. അവർ ചോദിച്ചു, സ്വഹാബികൾ ചോദിച്ചു, ഏതാണവ, ഏതൊക്കെയാണ് അത് എന്ന് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, 1 അള്ളാഹുവിൽ പങ്കു ചേർക്കൽ, അതായത് ഷിർക്ക്. 2 സിഹർ, മാരണം ചെയ്യൽ. 3 അള്ളാഹു കൊല്ലൽ ഹറാമാക്കിയ ശരീരത്തെ അന്യായമായി കൊല്ലൽ. 4 പലിശ ഭക്ഷിക്കൽ. 5 അനാഥകളുടെ ധനം ഭക്ഷിക്കൽ. 6 വത്തവല്ലി യൗമ സഹഫി, ഘോരസമരങ്ങളിൽ നിന്നും പിന്നോട്ട് ഓടൽ. 7 വഖദ്ഫുൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്തി, സജ്ജനങ്ങളായ വിശ്വാസിനികളെ വ്യഭിചാരാരോപണം നടത്തൽ. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് പുഞ്ചിരിക്കാത്തവർ എന്ന പാഠത്തിലുള്ള വലാ തുസഇർ ഖദ്ദക ലിന്നാസി
വലാ തംഷി ഫിൽ അർളി മറഹ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അതിൻ്റെ അർത്ഥമാണ്, നീ അഹങ്കാരത്തോടെ മനുഷ്യരുടെ നേർക്ക് നിന്റെ കവിള് തിരിച്ചു കളയരുത്. ഭൂമിയിലൂടെ നീ പൊങ്ങച്ചം കാണിച്ചു നടക്കുകയും അരുത്. ദുരഭിമാനിയും പൊങ്ങച്ചക്കാരനുമായ ഒരാളെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അടുത്തത് ആ പാഠത്തിൽ തന്നെ വന്നിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണ്. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ. ഹൃദയത്തിൽ ഒരു അണുമണി തൂക്കം അഹങ്കാരമുള്ളവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇനി നാം പറയുന്നത് നമ്മുടെ 9ാമത്തെ പാഠത്തിലുള്ള പൂച്ചയെ കെട്ടിയിട്ട സ്ത്രീ എന്ന പാഠത്തിൽ അതിൻ്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇത്തഖുൽ ളുൽമ ഫഇന്ന ളുലുമ ളുലുമാത്തുൻ യൗമൽ ഖിയാമ. അക്രമം നിങ്ങൾ സൂക്ഷിക്കുക, കാരണം അക്രമം അന്ത്യദിനത്തിൽ ഇരുളുകളായിരിക്കും. 8ാമത്തെ പാഠത്തിൽ പിശാചിന്റെ മിത്രങ്ങൾ എന്ന പാഠത്തിൽ ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ഷയാത്തീൻ. തീർച്ചയായും ദൂർത്തടിക്കുന്നവർ പിശാചിന്റെ സഹോദരന്മാരാണ്. അതാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ പാഠഭാഗത്തിലില്ല, അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ആ പാഠത്തിൽ തന്നെ വന്നിട്ടുള്ള കുലു വഷ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ തിന്നുക, കുടിക്കുക, അമിതമാക്കരുത്. നിശ്ചയം അള്ളാഹു അമിതമാക്കുന്നവരെ, ദൂർത്തടിക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല. ഇനി നമ്മൾ നോക്കുന്നത് 7ാമത്തെ പാഠത്തിലെ വിരുന്നിൻ്റെ സന്തോഷങ്ങൾ എന്ന പാഠത്തിലുള്ള അവസാനത്തിൽ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യുക്രിം ളൈഫഹു. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർ അതിഥിയെ സൽക്കരിക്കട്ടെ. നല്ല അയൽവാസികൾ 6ാമത്തെ പാഠം. അതിൽ വന്നിട്ടുള്ള 2 ഹദീസുകൾ. 1, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുഹ്സിൻ ഇലാ ജാരിഹി. അതിൻ്റെ അർത്ഥം, അള്ളാഹുവിലും അന്ത്യദിനത്തിലും ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ്റെ അയൽവാസിക്ക് അവൻ ഗുണം ചെയ്യട്ടെ. 2, ലാ യദ്ഖുലുൽ ജന്നത മൻ ലാ യഅ്മൻ ജാറുഹു ബവാഇഖഹു. അയൽവാസിക്ക് തൻ്റെ ദ്രോഹത്തെ തൊട്ട് നിർഭയത്വം ഇല്ലാത്തവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ബന്ധം വളർത്തി സ്വർഗത്തിലേക്ക് എന്ന പാഠത്തിൽ വന്ന ഒരു ഹദീസ്. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ. കുടുംബ ബന്ധം മുറിക്കുന്നവർ സ്വർഗത്തിൽ കടക്കുകയില്ല, പ്രവേശിക്കുകയില്ല. 2ാമത്തെ പാഠത്തിൽ നമ്മുടെ അഭിവാദ്യം എന്ന പാഠത്തിൽ തദ്രിബാത്തിൽ അവസാനത്തെ ചോദ്യമുണ്ട്, കണ്ടെത്താം. ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞാൽ മടക്കുന്നയാൾ അതിലും കൂടുതലായി പറയണമെന്ന് സൂചിപ്പിക്കുന്ന ഖുർആനിലെ വചനം. അത് വഇദാ ഹയ്യിതും ബിത്തഹയ്യത്തിൻ ഫഹയ്യു ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ ഇന്നല്ലാഹ കാന അലാ കുല്ലി ഷൈഇൻ ഹസീബ എന്നാണ് അതിൻ്റെ ഉത്തരം എഴുതേണ്ടത്.
നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൽ വന്നിട്ടുള്ള മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം മസലുൽ ജസദി ഇദാ ഇസ്തകാ മിൻഹു ഉളവുൻ തദാആ ലഹു സായിറുൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മ. പരസ്പര സ്നേഹത്തിലും കാരുണ്യത്തിലും സഹാനുഭൂതിയിലും വിശ്വാസികളുടെ സാദൃശ്യം ശരീരം പോലെയാണ്. അതിലെ ഒരു അംഗത്തിൻ്റെ പ്രയാസത്തിൽ ശരീരത്തിൻ്റെ മറ്റു അവയവങ്ങൾ പനി കൊണ്ടും ഉറക്കമൊഴിക്കൽ കൊണ്ടും പങ്കുചേരുന്നു. ഇതാണ് അതിൻ്റെ അർത്ഥം. എല്ലാവരും നല്ലവണ്ണം ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.